നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മോഴയിൽ ജ്വല്ലറി, മോഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, മെയിൻ റോഡ്, സുൽത്താൻ ബത്തേരി. 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി മോഴയിൽ ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കൂടുതൽ സെലക്ഷൻ കുറഞ്ഞ പണിക്കൂലിയിൽ. വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വെറും 4% മാത്രം. വിശ്വസ്തത ഓരോ പൊൻതരിയിലും. മൂഴയിൽ ജ്വല്ലറി, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. തോൽപ്പെട്ടിയിൽ 50 ലക്ഷത്തിന്റെ കുഴൽപ്പണം പിടിച്ചു. ഒരാൾ അറസ്റ്റിൽ. 2000ന്റെ നോട്ടുകെട്ടുകൾ പിടിച്ചത് വാഹന പരിശോധനയ്ക്കിടെ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിരോധ സദസ്സുകൾ സംഘടിപ്പിക്കും. മാനന്തവാടി താലൂക്കിൽ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിന് നടപടി വേഗത്തിലാക്കും റവന്യൂ മന്ത്രി. സഹകരണ മേഖലയിൽ വയനാട്ടിൽ ആശുപത്രി തുടങ്ങും. അനുമതിയായെന്ന് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ. വയനാട്ടിലെ വരൾച്ച. ബീച്ചനഹള്ളി ഡാമിലും ജലനിരപ്പ് താഴ്ന്നു. മൈസൂരു, ബംഗളൂരു പട്ടണങ്ങളിൽ കുടിവെള്ള വിതരണത്തെ ബാധിക്കും. ജില്ലയെ പരിസ്ഥിതി തകർച്ചയിലേക്കും ഗുരുതര വരൾച്ചയിലേക്കും തള്ളിയിട്ടത് തേക്കിൻ കൂപ്പുകൾ. 6000 ഹെക്ടർ സ്ഥലത്ത് തേക്കുകൾ ജലമൂറ്റുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തോൽപ്പെട്ടിയിൽ 50 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടിച്ചു. പുലർച്ചെ 3:30 എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ബംഗളൂരു കൽപ്പറ്റ KSRTC ബസ്സിലെ യാത്രക്കാരനിൽ നിന്നാണ് കുഴൽപ്പണം പിടിച്ചത്. കൊടുവള്ളി സ്വദേശി ആവിലോറ അബ്ദുൾ റസാഖ് പിടിയിലായി. 2000 രൂപയുടെ നോട്ടുകെട്ടുകൾ ഇയാളുടെ അരയിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലയിൽ പ്രതിരോധ സദസ്സുകൾക്ക് രൂപം നൽകും. ഇതിനായി 23,700 വാർഡ് തല ക്യാമ്പയിനുകൾ നടത്തുമെന്ന് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി സതീദേവി. സ്ത്രീ സുരക്ഷ നാടിന്റെ സുരക്ഷാ ക്യാമ്പയിന് ഇന്ന് തുടക്കം. സ്ത്രീ സുരക്ഷ നാടിന്റെ സുരക്ഷ എന്ന മുദ്രാവാക്യമുയർത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ ഇന്നു മുതൽ വിപുലമായ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി സതീദേവി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് സംഘടനയുടെ സ്ഥാപക ദിനത്തിൽ ക്യാമ്പയിൻ തുടങ്ങുന്നത്. സ്ത്രീ സുരക്ഷ പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തിനാകെ കടമയുണ്ട്. ഈ തിരിച്ചറിവിലേക്ക് നാട് മാറണം. ഇതിനുവേണ്ടിയാണ് 23,700 വാർഡ് തലത്തിൽ ക്യാമ്പയിൻ നടത്തുക. വനിതാ, യുവജന, വിദ്യാർത്ഥി, തൊഴിലാളികൾ, റെസിഡൻഷ്യൽ അസോസിയേഷൻ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എന്നിങ്ങനെ സർവ്വമേഖലയിലുള്ളവരും ക്യാമ്പയിനിൽ പങ്കാളികളായി പ്രതിരോധ സദസ്സുകൾക്ക് രൂപം നൽകും. ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷം നാട്ടിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ശിരോവസ്ത്രം അഴിച്ചുമാറ്റിക്കൊണ്ട് മാത്രമേ ആ ഹാളിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഭീഷണി മുഴക്കിയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായിരിക്കുക. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ് ജനപ്രതിനിധികൾ. അവരെ ഇത്തരത്തിലുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സ്വാഭാവികമായിട്ടും ഐഡന്റിറ്റി കാർഡ് അവരുടെ അടുത്ത് ഉണ്ടാവും. ഇനി VIP പങ്കെടുക്കുന്ന പരിപാടിയിൽ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ അവർക്ക് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സാധാരണ അത്തരത്തിലുള്ള പരിപാടികളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേദിയിൽ നമ്മുടെ സ്ത്രീകളെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ കേരള സംസ്ഥാനത്തോട് തന്നെ കാട്ടിയിട്ടുള്ള അങ്ങേയറ്റത്തെ അവഹേളനത്തിന്റെ ഭാഗമായിട്ടാണ്. സംരക്ഷകർ തന്നെ പീഡകരാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഗുജറാത്തിൽ വനിതാ ജനപ്രതിനിധികളുടെ ശിരോവസ്ത്രം അഴിച്ചുമാറ്റാൻ നിർബന്ധിച്ചതും കൊട്ടിയൂരിൽ പുരോഹിതനാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയായതും സൺഡേ സ്കൂൾ അധ്യാപകൻ പീഡിപ്പിച്ചതും ഇതിന്റെ ഭാഗം തന്നെ. എന്ത് ഉദ്ബോധനമാണ് ഇവർ നടത്തുന്നത് എന്ന ചോദ്യം അവശേഷിക്കുന്നു. അനാഥാലയത്തിലെ നിരാലംബരായ കുട്ടികളെ എന്തും ചെയ്യാമെന്ന ചിന്തയും നാട്ടിലുണ്ടായി. 7 കുട്ടികളാണ് ഇവിടെ പീഡിപ്പിക്കപ്പെട്ടത്. ഇവിടെയുള്ള മുഴുവൻ കുട്ടികളെയും കൗൺസിലിംഗിന് വിധേയമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. കുട്ടികൾക്കെതിരായ അതിക്രമം തടയാൻ ജവഹർ ബാലവേദി കൽപ്പറ്റയിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. ജില്ലാ ചെയർമാൻ ഷാജി പുൽപ്പാറയുടെ നേതൃത്വത്തിലായിരുന്നു ഉപവാസം. മുനീർ പൊഴുതന, ആദിഷ് തരിയോട്, ആർദ്ര, നഫ്രി, സാലി റാട്ടക്കൊല്ലി, ഗൗതം തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയണം. ആ അതിക്രമങ്ങൾ ചെറുത്തുതോൽപ്പിക്കുന്നതിന് അതിനുവേണ്ടി ശബ്ദമുയർത്താൻ സർക്കാർ സംവിധാനത്തിൽ നിലവിൽ വന്നിരിക്കുന്ന CWS, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ
എന്തിനാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ, പലപ്പോഴും ഇത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പലർക്കും എന്തിനാണ് CWC എന്ന ഒരു സംശയം ഉണ്ടാകാം. കുട്ടികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് CWCയിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകൾ തന്നെ അവരുടെ ഘാതകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. മാനന്തവാടി താലൂക്കിൽ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിന് നടപടി വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ. വനം വകുപ്പിന്റേതടക്കം ഭൂമിയിൽ കൈവശക്കാർക്ക് പട്ടയം നൽകുന്ന കാര്യം അനുഭാവപൂർവ്വം വേഗത്തിൽ ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. OR കേളു MLAയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മാനന്തവാടി നഗരസഭയിലെ അമ്പുകുത്തി, കാഞ്ഞിരങ്ങാട്, തൊണ്ടർനാട് വില്ലേജിലെ കരിമ്പിൽ, തിരുനെല്ലി വില്ലേജിലെ നരിക്കൽ, പേരിയ വില്ലേജ്, നല്ലൂർനാട് വില്ലേജ്, വാളാട് വില്ലേജ്, മക്കിമല എന്നീ സ്ഥലങ്ങളിലെ കൈവശ ഭൂമിക്കാരുടെ വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് OR കേളു MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത്. വർഷങ്ങളായി ഇവിടെ കൈവശക്കാർക്ക് ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിന് സമരമാർഗത്തിലാണ്. ഒഴിവുകഴിവുകളും സാങ്കേതികത്വവും ചൂണ്ടിക്കാട്ടി കാലാകാലങ്ങളായി റവന്യൂ വകുപ്പ് പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ്. ഈ സാഹചര്യത്തിലാണ് സബ്മിഷൻ ഉന്നയിച്ചത്. മക്കിമല ഭൂമി പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ച കൈവശക്കാർ മാനന്തവാടി തഹസിൽദാരെ ക്യാബിനിൽ പൂട്ടിയിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. വിമുക്ത ഭടന്മാർക്ക് പതിച്ചു നൽകിയ ഭൂമി വിമുക്ത ഭടന്മാരല്ലാത്തവർക്ക് രജിസ്റ്റർ ചെയ്തു കൊടുക്കുകയും വില കൊടുത്തു വാങ്ങിയ കൈവശക്കാർ ഭൂരേഖകൾ ലഭിക്കാതെ കബളിപ്പിക്കപ്പെടുകയും ചെയ്തതിന്റെ പിറകിൽ റവന്യൂ വകുപ്പിന് തന്നെ ഉത്തരവാദിത്വമുണ്ടെന്ന് വയനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വയനാട് ന്യൂസ്, മാനന്തവാടി. കുറഞ്ഞ ചെലവിൽ പാവപ്പെട്ടവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് വയനാട്ടിൽ സഹകരണ മേഖലയിൽ ആശുപത്രി തുടങ്ങുമെന്ന് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ വത്സരാജ്. സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അമ്പലവയലിൽ ആരംഭിച്ച അരിക്കട ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 30% വരെ കുറഞ്ഞ ചെലവിലാണ് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ സഹകരണ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത്. ഈ മാതൃകയിൽ കുറഞ്ഞ ചെലവിൽ പാവപ്പെട്ടവർക്ക് ചികിത്സ ലഭ്യമാക്കാൻ വയനാട്ടിലും സഹകരണ ആശുപത്രി തുടങ്ങണമെന്ന നിർദ്ദേശത്തിനാണ് അനുമതി നൽകിയിരിക്കുന്നതെന്ന് വത്സരാജ് പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുന്നതിനാണ് സഹകരണ മേഖലയിൽ അരിക്കട തുടങ്ങിയത്. ഏപ്രിൽ 15 വരെ സംവിധാനം തുടരും. അതിന് അരി കൺസ്യൂമർ ഫെഡ് ലഭ്യമാക്കും. ആദ്യഘട്ടത്തിൽ അരി മാത്രമാണ് വിതരണം ചെയ്യുന്നത്. മറ്റു നിത്യോപയോഗ സാധനങ്ങൾ ക്രമേണ വിതരണത്തിനെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളും വില കൂടിക്കൊണ്ടിരിക്കുക. ഇത് ഏപ്രിൽ 15 വരേക്ക് ഈ പ്രക്രിയ തുടരണം എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് നിർദ്ദേശം. അതിനനുസരിച്ചുള്ള ആവശ്യമായ അരി കൺസ്യൂമർ ഫെഡും മറ്റ് അത്യാവശ്യ സാധനങ്ങളും കൂടി കൊടുക്കാനുള്ള സംവിധാനം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ അരി കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അരിക്കട അവിടെ തുടങ്ങിയിരിക്കുന്നത്. BV രാജൻ, KR ശിവശങ്കരൻ, K ഷമീർ, MP കുഞ്ഞുമോൾ, ആതിരാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, അമ്പലവയൽ. 9 വയസ്സുകാരന്റെ ജീവൻ നിലനിർത്താൻ സുമനസുകളുടെ സഹായം തേടി പിതാവ്. മുട്ടിൽ അമ്പുകുത്തി തച്ചുരുക്കണ്ടിയിൽ രജിലേഷാണ് മകൻ അഭിനവിന്റെ ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. ജനിച്ച 1 മാസം കഴിഞ്ഞപ്പോഴാണ് അസുഖം അറിയുന്നത്. 1 വയസ്സുള്ളപ്പോൾ ഒരു കിഡ്നി എടുത്തു. പിന്നെ ഇപ്പോഴുള്ള 40% പ്രവർത്തനം കുറവാണ്. ഇപ്പം 11 ഓപ്പറേഷൻ കഴിഞ്ഞു. അടുത്ത് പോയി സ്കാൻ ചെയ്തപ്പോൾ ഇപ്പം വീക്കമുണ്ട്, ബ്ലോക്കുമാണ്. ഒന്നുകൂടെ ചെയ്യണം, അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കണം ഡോക്ടർ പറഞ്ഞു. പിന്നെ വീട്ടിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഞാൻ. കൂലിപ്പണിക്കും പോകുന്നുണ്ട്. കഴിഞ്ഞു പോകുന്നു. എന്താ സാഹചര്യം എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് അടുത്തുള്ള പള്ളിയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു തവണ മാതൃഭൂമിയിലും മനോരമയിലും കൊടുത്തിരുന്നു. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞു പോയി. അപ്പം ആകെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എവിടെ ചികിത്സ എവിടെയാണ്? പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ നടക്കുന്നുണ്ട്. ടെസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് BVCയിലേക്കും BBയിലേക്കും തരിക. സ്ഥലം 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. 10-13 സെൻറ്റ് സ്ഥലമൊക്കെ വിറ്റു. പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു. ഇപ്പോൾ 2 പശുവുണ്ട്. അതിന് എത്ര ലക്ഷം രൂപ ആവണം ചിലവല്ലേ? ഒരു 6 ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നത്. ഇനിയും വേണം. അടിവാരം പുതുപ്പാടിയിൽ വാഹനാപകടത്തിൽ അമ്പലവയൽ സ്വദേശിനി മരിച്ചു. മഞ്ഞപ്പാറ ഉപ്പുവീട്ടിൽ സെലീനയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഇവർ സഞ്ചരിച്ച കാർ ഇന്ന് പുലർച്ചെ കലുങ്കിലിടിച്ചാണ് അപകടം. കാസർഗോഡ് നിന്ന് വയനാട്ടിലേക്ക് വരുമ്പോഴാണ് അപകടം സംഭവിച്ചത്. വാർത്തകൾ തുടരും. ഒരു ചെറിയ ഇടവേള. 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി മൂലയിൽ ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കൂടുതൽ സെലക്ഷൻ കുറഞ്ഞ പണിക്കൂലിയിൽ. വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വെറും 4% മാത്രം.
വിശ്വസ്തത ഓരോ പൊൻതരിയിലും. മൂഴയിൽ ജ്വല്ലറി, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. നാവറിഞ്ഞു നാടറിഞ്ഞു. വയനാടിന്റെ ഭക്ഷണ സങ്കല്പങ്ങൾക്ക് പുതിയ രസക്കൂട്ടുകൾ പകർന്ന ജൂബിലി റെസ്റ്റോറന്റ് 21ന്റെ നിറവിൽ. സെൽഫി കോൺടെസ്റ്റിലൂടെ ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. ജൂബിലി റെസ്റ്റോറന്റിന്റെ 21ാമത് ആനിവേഴ്സറി സെലിബ്രേഷൻ ഫെബ്രുവരി 26 മുതൽ മാർച്ച് 18 വരെ. 150 രൂപയുടെ ഓരോ ബില്ലിനൊപ്പവും ഒരു ലക്കി ഡ്രോ കൂപ്പൺ. ബമ്പർ പ്രൈസ് ഹോണ്ട ആക്ടീവ. സെക്കൻഡ് പ്രൈസ് സാംസങ് ഫ്രിഡ്ജ്. തേർഡ് പ്രൈസ് LG LED TV. ഫോർത്ത് പ്രൈസ് 2 nights 3 days couple stay at Munnar. Jubilee Restaurant, Main Road, Sultan Batteri. വാർത്തകൾ തുടരുന്നു. വയനാട്ടിൽ മഴയില്ലാത്തതു കാരണം ബീച്ചനഹള്ളി അണക്കെട്ടിൽ ജലവിധാനം കുത്തനെ താഴുന്നു. ഡാമിൽ ജലനിരപ്പ് 1.5 പതിറ്റാണ്ടിൽ ഏറ്റവും കുറഞ്ഞ വിധാനത്തിലെത്തി. മഴയൊഴിഞ്ഞ വയനാട്ടിൽ നീരൊഴുക്ക് നിലച്ചതോടെ കർണാടക ബീച്ചനഹള്ളി അണക്കെട്ടും വറ്റുകയാണ്. ബന്ദിപ്പൂർ, നാഗർഹോള, കടുവാ സങ്കേതങ്ങളിലേക്ക് കയറിക്കിടക്കുന്ന അണക്കെട്ടിൽ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 70 അടിയായിരുന്ന ജലനിരപ്പ് ഇപ്പോൾ 52 അടിയായി കുറഞ്ഞു. കഴിഞ്ഞയാഴ്ച റിസർവോയറിലേക്ക് കുറച്ച് ജലം ഒഴുകിയെത്തിയിരുന്നു. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ നിന്ന് ആരംഭിക്കുന്ന നുഗു പുഴയിലൂടെ കുറച്ചു ജലം കബനിയിലെത്തുന്നുണ്ട്. അണക്കെട്ടിൽ നിന്നുള്ള കനാലുകളെല്ലാം അടച്ചു. കുടിവെള്ളത്തിന് മാത്രമാണ് ജലം തുറന്നുവിടുന്നത്. മൈസൂർ, ബംഗളൂരു പട്ടണങ്ങളിലേക്കും കുടിവെള്ളം കൊണ്ടുപോകുന്നത് കബനിയിൽ നിന്നാണ്. മഴ വൈകിയാൽ പട്ടണങ്ങളിലേക്കുള്ള ജലവിതരണം കുറയുമെന്നാണ് ആശങ്ക. കർണാടകയുടെ കാർഷിക മേഖലയെയും വരൾച്ച പിടിമുറുക്കി. എല്ലാ ജലസ്രോതസ്സുകളും വറ്റി. മലയാളികളായ കർഷകരും HD കോട്ടയിലും പരിസരങ്ങളിലും വൻതോതിൽ കൃഷി ചെയ്തിട്ടുണ്ട്. വെള്ളമില്ലാതെ കൃഷി തുടരാനാവാത്തവരുമുണ്ട്. വെള്ളവും കറന്റും പലർക്കുമില്ല. കബനിയെ ആശ്രയിച്ചാണ് മറ്റ് 2 കടുവാ സങ്കേതങ്ങളിലെയും മൃഗങ്ങളും ദാഹമകറ്റുന്നത്. ബന്ദിപ്പൂർ, മുതുമല, വയനാട് വന്യജീവി സങ്കേതം, നാഗർഹോള, കടുവാ സങ്കേതം എന്നിവിടങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കബനി തീരത്ത് അഭയം പ്രാപിച്ചിട്ടുണ്ട്. കബനി ജലാശയം വറ്റിയതോടെ മത്സ്യസമ്പത്തിനും വൻ നാശമുണ്ടായി. വിവിധ ഏജൻസികളും സർക്കാരും ചേർന്നാണ് മത്സ്യകൃഷി നടത്തുന്നത്. ജലം കുറയുകയും ഇടമുറിയുകയും ചെയ്തതോടെ മത്സ്യസമ്പത്ത് കാര്യമായി നശിച്ചു. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വരൾച്ച, വന്യമൃഗശല്യം, പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ കിസാൻ ജനത ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. കൽപ്പറ്റ MGT ഹാളിൽ സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T. ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയണമെന്ന് T. ഉഷാകുമാരി പറഞ്ഞു. കാർഷിക ജില്ലയായ വയനാടിനെ വരൾച്ചയുടെ പടുകുഴിയിലേക്ക് നയിച്ചതിൽ നിന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. രാജ്യത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന ലക്കിടി ഇന്ന് ഏറ്റവും മഴക്കുറവ് ലഭിക്കുന്ന പ്രദേശമായി മാറിക്കഴിഞ്ഞു. പ്രകൃതി ചൂഷണമാണ് ഇതിനെല്ലാം കാരണമെന്നും T. ഉഷാകുമാരി പറഞ്ഞു. നമ്മൾ ഭൂരിഭാഗം ആളുകളും ഉൾപ്പെടുന്ന ഒരു തലമുറ, വളരെ കുറച്ചു പേരെ യുവജനങ്ങളായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഇന്നിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ നമ്മുടെ തലമുറയാണ് ഈ നാടിനെ നശിപ്പിച്ചത് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 30-35 വർഷത്തിനുള്ളിലാണ് പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്തത്, വനങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടത്, മണ്ണിന്റെ ഘടന മാറ്റം ഉണ്ടാകുന്ന രീതിയിൽ അമിതമായിട്ടുള്ള രാസവള പ്രയോഗങ്ങളൊക്കെ നടത്തിയത്. എല്ലാ തലത്തിലും പ്രകൃതിയെ ചൂഷണം ചെയ്ത ഒരു തലമുറയാണ് നമ്മളുടെ. കിസാൻ ജനത ജില്ലാ പ്രസിഡന്റ് BP വർക്കി അധ്യക്ഷനായിരുന്നു. NO ദേവസ്യ, കർഷക സംഘടനാ നേതാക്കളായ KJ ദേവസ്യ, PK അനിൽകുമാർ, അഡ്വക്കേറ്റ് ജോഷി സിറിയക്, ഡോക്ടർ അംബി ചിറയിൽ, PM ഷബീർ അലി, പ്രകാശ് ചോമാടി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. മാനന്തവാടിയെ മാലിന്യമുക്തമാക്കാൻ നഗരസഭ തുടങ്ങിയ ശുചീകരണ യജ്ഞത്തിന് ഇന്നേക്ക് 1 വയസ്സ്. 1ാം വാർഷികത്തിലും തലമുടി മാലിന്യമടക്കം വഴിയിൽ തള്ളുന്ന പതിവ് തുടരുകയാണ്. കഴിഞ്ഞ വർഷം മാർച്ച് 12-നാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ, സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കുടുംബശ്രീ, വിദ്യാർത്ഥികൾ എന്നിവരുടെ കൂട്ടായ്മയിൽ മാനന്തവാടി നഗരസഭ ശുചീകരണ യജ്ഞം പ്രഖ്യാപിച്ചത്. യജ്ഞം നടപ്പാക്കുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും സജീവമായി രംഗത്തുണ്ടെങ്കിലും ചില കച്ചവടക്കാർ അനാസ്ഥ കാണിക്കുന്നതായി പരാതിയുണ്ട്. തലമുടി മാലിന്യമടക്കം റോഡരികിൽ തള്ളുന്ന പതിവ് തുടരുകയാണ്. മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്ന നിർദ്ദേശവും കൃത്യമായി പാലിക്കപ്പെടാറില്ല. വേസ്റ്റ് ബിന്നുകളും മറ്റും ടൗണിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ സ്ഥാപിച്ച് യാത്രക്കാർക്കും കച്ചവടക്കാർക്കും സൗകര്യമൊരുക്കുന്ന കാര്യത്തിൽ നഗരസഭ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വയനാട് ന്യൂസ്, മാനന്തവാടി. വൻ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ശാഖയെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള ബദ്ധപ്പാടിലാണ് അമ്പലവയൽ SBT ശാഖ. ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ യാതൊന്നുമില്ല. സെക്യൂരിറ്റിക്ക് ആളില്ല എന്ന് മാത്രമല്ല, രാത്രികാലങ്ങളിൽ പോലും അമ്പലവയൽ SBTയുടെ ജാലകങ്ങൾ തുറന്നു കിടക്കും. അബദ്ധവശാൽ ഒരു ദിവസത്തിലല്ല, വർഷത്തിൽ 365 ദിവസവും.
എന്ത് ആത്മധൈര്യത്തിലാണ് ഈ ബാങ്കിന്റെ ശാഖാ മാനേജർ അടക്കം ജീവനക്കാർ ബാങ്കിന് സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ചത് എന്ന് അറിയില്ല. സ്ട്രോങ് റൂമിനെ ലക്ഷ്യം വെച്ച് പാതിരാക്കാലങ്ങളിൽ ആരെങ്കിലും വന്നാൽ ബുദ്ധിമുട്ടരുതല്ലോ എന്ന് കരുതിയാവും ബാങ്കിന് രാത്രികാലങ്ങളിൽ വാച്ച്മാനില്ല. ബാങ്കിനകത്ത് സെക്യൂരിറ്റി ക്യാമറകൾ വെച്ചിട്ടില്ല. ഏതും പോരാത്തതിന് ഈ ബാങ്ക് ശാഖയുടെ ജനാലകൾ രാത്രികാലങ്ങളിൽ അടയ്ക്കാറില്ല. ആർക്കുവേണ്ടിയാണ് സാക്ഷ മാറ്റിയുള്ള ഈ കാത്തിരിപ്പെന്ന് ബാങ്ക് അധികൃതർക്ക് മാത്രമേ അറിയൂ. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 4 ബാങ്കുകളിലെങ്കിലും കൊള്ളയടിക്കാൻ ശ്രമം നടന്നു. തുരങ്കമുണ്ടാക്കി ബാങ്കിനകത്ത് കവർച്ചക്കാർ കടന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്തു. ബാങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അമ്പലവയൽ പോലീസ് മുൻകൂട്ടി വിവരം നൽകിയിട്ടുമുണ്ട്. മാവോയിസ്റ്റ് സഞ്ചാരങ്ങളും തീവ്രവാദി ഗൂഢപ്രവർത്തനങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്ത വയനാട്ടിൽ അമ്പലവയൽ SP ടി രാത്രികാലങ്ങളിൽ പോലും ജാലകങ്ങൾ അടയ്ക്കാതെ കാത്തിരിക്കുന്നത് ആർക്കുവേണ്ടിയാണെന്ന് ചോദിക്കുകയാണ് നാട്ടുകാർ. ഈ അമ്പലവയൽ SPT ബാങ്കിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാം, ഈ ബാങ്കിൻ്റെ കംപ്ലീറ്റ് ജനാലയിൽ ഭാഗത്തിൽ കമ്പനികൾ കംപ്ലീറ്റും തുറന്നിട്ടിട്ട് അത് അടയ്ക്കാതെ പോയ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അത് ഈ ബാങ്കിലാണ് ജനങ്ങളെ കള്ളന്മാരാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഇവിടുത്തെ മാനേജർമാരായാലും സ്റ്റാഫുമാരായാലും നാട്ടുകാരെ ചീത്ത പറയാനല്ലാതെ ഇവർ യാതൊരു നടപടിക്രമം എടുക്കാതെ തുറന്നിട്ട് ഇവർ പോയ അവസ്ഥ വരുന്നത്. ഇത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ അത് നിരവധി ആളുകൾ കള്ളന്മാരാവേണ്ട അവസ്ഥയിലായി തീരുമെന്ന് ബാങ്ക് അധികൃതർ വേണ്ടി അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. മിണ്ടാപ്രാണിയുടെ ദീനരോധനം. വഴിയാത്രക്കാരുടെ കരളിലിയിക്കുന്ന കാഴ്ച. പിണങ്ങോട് എടകുനിയിലാണ് ആരെയും വേദനിപ്പിക്കുന്ന മിണ്ടാപ്രാണിയുടെ നൊമ്പര കാഴ്ച. ഒരാഴ്ച മുമ്പ് വാഹനമിടിച്ച് പാതിപോയ ശരീരവുമായി വഴിയരികിൽ മൃതപ്രാണയായി തെരുവുനായ കിടക്കുന്നു. അധികൃതരെ വിവരം അറിയിച്ചിട്ടും ഇതിനെ ചികിത്സയ്ക്ക് എത്തിക്കാൻ മുതിരുന്നില്ലെന്നും ആരോപണം. കൽപ്പറ്റ പിണങ്ങോട് റോഡിൽ എടകുനിയിൽ ആഴ്ചകൾക്ക് മുമ്പ് വാഹനമിടിച്ചതിനെ തുടർന്ന് പാതി ജീവനുമായി വേദന കൊണ്ട് പൊളയുന്ന തെരുവുനായയാണ് ഈ കാണുന്നത്. ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് താഴെ ശരീരം നഷ്ടപ്പെട്ട ഈ തെരുവുനായ റോഡിൽ കിടന്ന് പ്രാണവേദനയിൽ പൊളയുകയാണ്. ഒരാഴ്ച പിന്നിട്ടതോടെ ദ്രവിച്ചു തുടങ്ങിയ ശരീരാവശിഷ്ടങ്ങൾ കാണാതിരിക്കാൻ നാട്ടുകാർ പ്ലാസ്റ്റിക് ഷീറ്റ് പുതച്ചിരുന്നു. സമീപവാസികൾ വെള്ളവും ഭക്ഷണവും നൽകിയെങ്കിലും പാതിപോയ ജീവനും കൊണ്ട് തീറ്റ പോലും എടുക്കാൻ കഴിയാതെ വേദന കടിച്ചമർത്തുകയാണ് ഈ മിണ്ടാപ്രാണി. നിരവധി തവണ അധികൃതരെ വിവരം അറിയിച്ചിട്ടും മിണ്ടാപ്രാണികളെ സംരക്ഷിക്കാൻ നോക്കേണ്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. 6 ദിവസമായി ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ഈ റോഡ് സൈഡിൽ കിടന്നിങ്ങനെ ഇഴയുകയാണ്. വേണ്ടപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെയാണ് കൈയൊഴിയുന്ന നിലപാടാണ് അധികാരികൾ സ്വീകരിച്ചത്. വെറ്റിനറി താര ഡോക്ടറെയും മൃഗസംരക്ഷണ വകുപ്പിനെയും അതോടൊപ്പം തന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ വേണ്ടപ്പെട്ട ചെയർപേഴ്സൺ അടക്കം വിളിച്ചറിയിച്ചിട്ട് പോലും നേരിട്ട് രേഖാമൂലം അറിയിച്ചിട്ട് പോലും യാതൊരു നടപടിയും സ്വീകരിക്കാതെ എല്ലാവരും നാട്ടുകാരും നമ്മളെല്ലാവരും ഇതുണ്ട്. വെള്ളം കൊണ്ടുവന്ന് എപ്പോഴും വെള്ളം കൊടുക്കുക, അതിലിങ്ങനെ പുതപ്പിച്ച് കൊടുക്കുക. ഒരു ഉണ്ടാകുമ്പോൾ യാത്ര എന്തല്ലേ എന്താ ചെയ്യാം, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മളിത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ വാർത്ത കാണുന്ന സമയം ഈ മിണ്ടാപ്രാണിയുടെ ജീവൻ വെടിഞ്ഞേക്കാം. എങ്കിലും വാഹനമിടിച്ച് ദിവസങ്ങളോളം റോഡരികിൽ ജീവശവമായി കിടന്നിട്ടും മിണ്ടാപ്രാണിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നതാണ് വേദനിപ്പിക്കുന്ന വാർത്ത. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ഒരു ഇടവേള കൂടി. ഗ്രീൻലാൻഡ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ക്രോക്കറീസ്. എല്ലാം ഒരു കുടക്കീഴിൽ. ബേക്കറി, ഫുഡ്വെയർസ്, സ്പോർട്സ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തി കമ്പളക്കാടിന്റെ ഹൃദയഭാഗത്ത് പള്ളിക്കുന്ന് റോഡിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ഗ്രീൻലാൻഡ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ക്രോക്കറീസ്, പള്ളിക്കുന്ന് റോഡ്, കമ്പളക്കാട്. 4G വേൾഡ് ഇനി പുൽപ്പള്ളിയിലും. മാർച്ച് 16 വ്യാഴാഴ്ച രാവിലെ 10:30 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഉദ്ഘാടകനെ കാത്തിരിക്കുന്നത് ഒരു 4G സ്മാർട്ട് ഫോൺ. കൂടാതെ നിരവധി സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഉദ്ഘാടനം നിങ്ങളിൽ ഒരാൾ. സമ്മാനങ്ങളുമായി സൺഡേ ഷോപ്പിംഗ്. 4Gയിൽ നിന്നും ഷോപ്പിംഗ് ചെയ്യൂ. ഗാഡ്ജറ്റുകളുടെ ലോകത്തിലേക്ക് മിഴി തുറക്കൂ. 4G വേൾഡ്, ചുള്ളിയോട് റോഡ്, സുൽത്താൻ ബത്തേരി. 4G വേൾഡ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, പുൽപ്പള്ളി. വാർത്തകൾ തുടരുന്നു. വയനാടിനെ ഗുരുതര പാരിസ്ഥിതിക ആഘാതങ്ങളിലേക്ക് തള്ളിയിട്ടതും മണ്ണിലെ ജലമൂറ്റി കുടിച്ച് വരൾച്ച രൂക്ഷമാക്കിയതും കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടിയതും തേക്കിൻ കൂപ്പുകളാണെന്ന് വിലയിരുത്തൽ. വയനാടിന്റെ വനയോര മേഖലകളിൽ 6000 ഹെക്ടർ സ്ഥലത്താണ് തേക്ക് പ്ലാന്റേഷനുകൾ അധികൃതരുടെ ഗൗരവമുള്ള ശ്രദ്ധ പതിയാതെ തഴച്ചു വളരുന്നത്. വനവൽക്കരണത്തിന്റെ പേരിൽ ഇടക്കാലത്ത് നട്ടുവളർത്തിയ മഹാഗണിയും മാഞ്ചിയവും വയനാടിന്റെ ജലഘടന തകർത്തു. ബെന്നി മാത്യുവിന്റെ റിപ്പോർട്ടിലേക്ക്. ജലമൂറ്റി തേക്കിൻതോട്ടങ്ങൾ വയനാടിന്റെ വരൾച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതായി പരിസ്ഥിതി പ്രവർത്തകർ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും അതാരും ഗൗരവത്തിൽ എടുത്തില്ല. മണ്ണിലെ ജലമൂറ്റുന്നു എന്നതു മാത്രമല്ല, തേക്കും മഹാഗണിയും
മാഞ്ചിയും പ്രകൃതിയോട് ചെയ്യുന്നത് തേക്ക് മരത്തോട്ടങ്ങൾ അന്തരീക്ഷ ഊഷ്മാവും ഗണ്യമായ തോതിൽ ഉയർത്തിയിട്ടുണ്ട്. തേക്കുതോട്ടങ്ങൾ അന്തരീക്ഷ ഊഷ്മാവിൽ 3% വർധന ഉണ്ടാക്കുന്നു എന്നാണ് കണക്ക്. സ്വാതന്ത്ര്യത്തിനു മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ വാണിജ്യ താൽപര്യങ്ങൾ മുൻനിർത്തി നിലമ്പൂർ വനങ്ങളിൽ തേക്ക് നട്ടുപിടിപ്പിച്ചിരുന്നു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഈ മാതൃക പിന്തുടർന്ന് വാണിജ്യ താൽപര്യം മാത്രം പരിഗണിച്ച് വയനാട് ഉൾപ്പെടെ മേഖലകളിൽ തേക്കുകൾ നട്ടുപിടിപ്പിച്ചു. നേർത്ത തോലൊഴികെ ഈ മരം സമ്പൂർണ്ണമായി കാതലായിരിക്കും. കെട്ടിട നിർമ്മാണം, ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് വിലപിടിച്ച മരമാണ് തേക്ക്. വയനാട്ടിൽ മാത്രം 6000 ഹെക്ടർ സ്ഥലത്ത് തേക്കിൻ കാടുകളുണ്ട്. വനം വകുപ്പാണ് സ്വാഭാവിക വനം വെട്ടിക്കളഞ്ഞ് പകരം തേക്കു നട്ടുപിടിപ്പിച്ച് ഇപ്പോഴനുഭവിക്കുന്ന കെടുതികൾക്ക് തുടക്കം കുറിച്ചത്. ചൂട് കൂടുതലായതിനാൽ തേക്കിൻ കാടുകളിൽ മൃഗങ്ങൾ അധിവസിക്കാറില്ല. ശൈത്യകാലത്ത് ഇല കൊഴിയുന്നതിനാൽ പക്ഷികളും തേക്കിൻ കാടുകൾ ഇഷ്ടപ്പെടാറില്ല. സ്വാഭാവിക വനങ്ങൾ നശിപ്പിച്ചു എന്നതിനു പുറമെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും നൈസർഗിക ആവാസ വ്യവസ്ഥ തേക്കുകാടുകൾ തകിടം മറിച്ചു. ഇതിന്റെ ചുവട്ടിൽ ഇടമരങ്ങൾ വളരില്ല. അടിക്കാടുകൾ ഉണ്ടാകാറില്ല. മൂത്ത തേക്കുകൾ മുറിച്ചുമാറ്റാൻ വനം വകുപ്പ് തയ്യാറാകുന്നുമില്ല. നിർമ്മാണ മേഖലയിലും ഫർണിച്ചർ രംഗത്തും ബദൽ സംവിധാനങ്ങൾ വന്നതോടെ തേക്കിന്റെ വാണിജ്യ സാധ്യതയ്ക്കും അങ്ങലേറ്റു. ഇപ്പോൾ ഈ അതിരാളൻ മരങ്ങൾ ജലമൂറ്റി കുടിച്ച് വയനാടൻ മണ്ണിനെ മരുപ്പറമ്പാക്കിയും സ്വാഭാവിക വനപ്രകൃതി നശിപ്പിച്ചും നിലകൊള്ളുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ തേക്ക് വെച്ചുപിടിപ്പിക്കാനുള്ള അധികൃതരുടെ തുടർ ശ്രമങ്ങളെ പരിസ്ഥിതി പ്രവർത്തകർ ശക്തമായി പ്രതിരോധിച്ചിരുന്നു. വയനാടിന്റെ ജലമുറ്റി നിൽക്കുന്ന തേക്കിൻ കൂപ്പുകളിൽ ക്ലിയർ ഫെല്ലിംഗ് നടത്തി സ്വാഭാവിക വനവൽക്കരണം നടപ്പാക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ഈ തേക്ക് മരം വെച്ച് പിടിപ്പിച്ച് വനത്തിലെ നല്ല മരങ്ങളെല്ലാം വെട്ടി മാറ്റിക്കഴിഞ്ഞ് തേക്ക് മരം വെച്ച് പിടിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഓരോ ദിവസം ചേർന്ന് ഈ ഉള്ള വെള്ളം മുഴുവൻ തേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. ഉള്ള തേക്ക് മുഴുവൻ വെട്ടി മാറ്റിക്കഴിഞ്ഞിട്ട് അതിൽ മറ്റുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാം. അതായത് പ്ലാവ് വെച്ച് പിടിക്കാം, മാവ് വെച്ച് പിടിപ്പിക്കാം, കരിമരുത്, വെണ്ടയ്ക്ക്, ഇങ്ങനെയുള്ള മറ്റുള്ള മരങ്ങൾ, നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ജലാശയം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് തേക്കുകൾ ലേലം ചെയ്ത് വെട്ടിമാറ്റി കൃഷിക്കാർക്ക് ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ പ്രധാന റോഡായ ചേലൂർ ആക്കാട്ടുകവല ഹെൽത്ത് സെന്റർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ കപ്പ നട്ടു. 15 വർഷത്തോളമായി റോഡിൽ ഒരുവിധ നിർമ്മാണ പ്രവൃത്തിയും നടത്തിയിട്ടില്ല. റോഡ് കാൽനടയാത്രയ്ക്ക് പോലും പറ്റാത്ത അവസ്ഥയിലാണ്. രോഗികളെ ഉൾപ്പെടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പോലും കഴിയാത്ത അവസ്ഥയിലാണ്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായിട്ടും റോഡിനെ അവഗണിക്കുന്ന നിലപാടാണ് ജനപ്രതിനിധികൾക്ക്. 2 കിലോമീറ്റർ ദൂരമുള്ള റോഡ് 15 വർഷം മുമ്പ് ടാർ ചെയ്തതിനു ശേഷം റോഡിലെ മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. മറ്റ് മേഖലകളിൽ ഒട്ടും തകരാത്ത റോഡുകൾ വീണ്ടും റീടാർ ചെയ്യുമ്പോഴാണ് ഈ റോഡിനെ അവഗണിക്കുന്നത്. വാഹനങ്ങൾ വരുമ്പോൾ റോഡിൽ ഇളകിക്കിടക്കുന്ന കല്ലുകൾ കാൽനടയാത്രക്കാരുടെ ദേഹത്ത് തെറിച്ചു വീഴുന്നതും പതിവായിരിക്കുകയാണ്. റോഡിനെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രക്ഷോഭം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. ഏറ്റവും കുറച്ച് ഫണ്ട് ചെലവഴിച്ച ഒരു പഞ്ചായത്ത് എന്ന രൂപത്തിൽ നിൽക്കുമ്പോൾ ധാരാളം റോഡുകൾ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് നിലവിലുള്ളത്. ലോകബാങ്കിൻ്റെ 2 കോടി രൂപ മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പൈസ പോലും മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെയും ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ആളുകളൊക്കെ ശക്തമായ ഒരു പ്രതിഷേധ സമരവുമായിക്കൊണ്ട് തന്നെ മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു മാർച്ചിന് ജനങ്ങളെ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിൽ ലക്ഷക്കണക്കിന് രൂപ വിനിയോഗിക്കാതെ നഷ്ടപ്പെട്ടു പോകുമ്പോഴും റോഡിന് നാളിതുവരെ അധികൃതർ ഒരു പരിഗണനയും നൽകിയിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രദേശവാസികൾ പ്രക്ഷോഭത്തിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. ജോയ് ജോസഫ് അധ്യക്ഷനായി. ജോസഫ് ആക്കന്തരി, ബാബു കട്ടിക്കാനയിൽ, ജോസ് നാമറ്റത്തിൽ, എ.ടി. ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. നിവേദനം MLA, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർ എല്ലായിടത്തും ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഇതുവരെ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ജനകീയ കമ്മിറ്റി, ഇവിടെ രാഷ്ട്രീയമില്ല, വഴിയുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് പ്രധാനം. ഞങ്ങൾ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു സമരം എന്ന നിലയ്ക്ക്, ആദ്യഘട്ടം എന്ന നിലയ്ക്ക് റോഡിൽ ഒരു കപ്പ നട്ടുകൊണ്ട് ഞങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. പെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നമ്പ്യാർകുന്ന് ശാന്തിഗിരി ആശ്രമത്തിൽ ഗോമൂത്രത്തിൽ നിന്ന് തയ്യാറാക്കുന്ന അർക്കകളും കഷായങ്ങളും പെനോയിലുമെല്ലാം ഉടൻ വിപണിയിലെത്തും. രോഗികൾക്ക് പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാത്ത ജൈവ ചികിത്സ നൽകുകയാണ് നമ്പ്യാർകുന്ന് ആശ്രമത്തിന്റെ ലക്ഷ്യം. കാസർഗോഡ്, കുള്ളൻ, വെച്ചൂർ, വയനാടൻ ഇനങ്ങളിൽപ്പെട്ട 32ഓളം പശുക്കളാണ് ആശ്രമത്തിലുള്ളത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഗോമൂത്രം നിലത്ത് വീഴാതെ പാത്രങ്ങളിൽ ശേഖരിച്ചാണ് നാരി സഞ്ജീവനി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നാരി സഞ്ജീവനി, പ്രമേഹ അർക്ക, പ്രമേഹ കഷായം, തുളസി അർക്ക, ത്രിഫല അർക്ക, പെനോയിൽ തുടങ്ങിയ വിവിധതരം ഉൽപ്പന്നങ്ങൾ
ഗോമൂത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട്. പശുവിൻ്റെ മൂത്രവും പിന്നെ 10 ലിറ്റർ, അതായത് മൂത്രം പൈനോയിൽ എന്ന് പറഞ്ഞൊരു പിന്നെ മരത്തിൻ്റെ കറയും കൂടി ചേർത്തിട്ട്, പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ആര്യവേപ്പില ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുക്കുന്നതാണിത്. ഈ പിന്നെ ഇത് ഏറ്റവും നല്ലൊരു ക്ലീനിങ് ലോഷനാണ്. നമ്മളുടെ വയറ്റിൽ പോയാൽ പോലും യാതൊരുവിധ സൈഡ് എഫക്റ്റോ ഒന്നുമില്ലാത്ത ഒരു മരുന്ന്. ഗോമൂത്രം മരുന്നുകൾ ചേർത്ത് വാറ്റിയെടുത്താണ് അർക്കകൾ നിർമ്മിക്കുന്നത്. മരുന്നുകളോടൊപ്പം വറ്റിച്ചെടുത്താണ് കഷായങ്ങൾ തയ്യാറാക്കുന്നത്. ആശ്രമ അന്തേവാസികളുടെ ആരോഗ്യ പരിപാലനത്തിനും ചികിത്സയ്ക്കുമാണ് ഇപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. താമസിയാതെ പൊതുവിപണികളിലും ഇവ ലഭിക്കും. നമ്പ്യാർകുന്ന് ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമി ആനന്ദജ്യോതി തപസ്വിയാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. മരുന്ന് നിർമ്മാണ ചുമതല ആശ്രമത്തിലെ വൈദ്യർ MB മോഹനാണ്. വയനാട് ന്യൂസ്, ചീരാൽ. പാമ്പ്ര ചേലക്കൊല്ലി ശിവക്ഷേത്രത്തിൽ 2 ദിവസത്തെ മഹോത്സവം സമാപിച്ചു. ചേലക്കൊല്ലി ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടന്ന മഹോത്സവത്തിന് ബ്രഹ്മശ്രീ അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിയും ക്ഷേത്രമേൽശാന്തി കാവേരിയിലം നാരായണൻ നമ്പൂതിരിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗുരുസി മഹാഗണപതി ഹോമം, ഭഗവത് സേവാ മൃത്യുഞ്ജയ ഹോമം, ഉമാമഹേശ്വര പൂജ എന്നീ വിശേഷ പൂജകൾ ഉണ്ടായിരുന്നു. ഇരുളത്തു നിന്ന് ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്രയിൽ പാപ്പളശ്ശേരി SNDP ശാഖയിൽ നിന്നും ചുങ്കം ഭജനമഠം, ചേലക്കൊല്ലി, മരിയനാട് എന്നിവിടങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ താലങ്ങളുമായി പങ്കെടുത്തു. സാംസ്കാരിക സമ്മേളനം ബിന്ദു ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മശ്രീ പീനിക്കാട്ടില്ലത്ത് ഈശ്വരൻ നമ്പൂതിരി, റവറൻ ഫാദർ വർഗീസ് സൂര്യക്കുഴിയിൽ, ജനാബ് മൂസാദാരിമി, പാപ്പളശ്ശേരി ജയൻ, CK അയ്യൂബ്, P വിജയൻ എന്നിവർ സംസാരിച്ചു. ഗാനമേളയും ഉണ്ടായിരുന്നു. മേപ്പാടി പുറ്റാട് ഭഗവതിക്കാവ് ഗുരുക്ക മണ്ഡപം ക്ഷേത്രത്തിൽ 2 ദിവസത്തെ മഹോത്സവത്തിന് സമാപനമായി. ഉത്സവത്തിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നും പ്രത്യേക പൂജാതി കർമ്മങ്ങളും ഉണ്ടായിരുന്നു. താലപ്പൊലി ഘോഷയാത്ര, ശിങ്കാരിമേളം, ചെണ്ടമേളം, വെടിക്കെട്ട്, കോമരങ്ങളോടുകൂടി പ്രത്യേക പൂജ, ഉത്സവ ബലിയായി ഭഗവതിക്ക് കോഴിവെട്ട് എന്നിവയും ഉണ്ടായിരുന്നു. നിരവധി വിശ്വാസികളാണ് പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയത്. നീലഗിരിയിലെ മുതുമല കടുവാ സങ്കേതത്തിനകത്തെ വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ബെണ്ണ ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഉത്സവം ഇത്തവണയും ആചാരപൂർവ്വം ആഘോഷിച്ചു. വനം വകുപ്പിന്റെയും പോലീസിന്റെയും നിരീക്ഷണത്തിലാണ് ഉത്സവം നടത്തിയത്. അതിപുരാതനമായ ബെണ്ണക്ഷേത്രത്തിൽ കാട്ടുനായ്ക്കർ, മാണ്ടാടൻ ചെട്ടി, വേട്ടക്കുറുമർ എന്നീ വിഭാഗങ്ങളാണ് ഊരായ്മക്കാർ. കോമരം കെട്ടാനുള്ള അവകാശം മാണ്ടാടൻ ചെട്ടി വിഭാഗത്തിനാണ്. കാട്ടുനായ്ക്കർ ആട്ടക്കളമാടുമ്പോൾ വേട്ടക്കുറുമർ വേട്ടക്കുറുമയാട്ടം നടത്തുന്നു. ബൊമ്മദേവനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതിരാളൻ, തച്ചൻ, പരിങ്കുന്നം എന്നീ പരദേവതകളുമുണ്ട്. വനത്തിനുള്ളിൽ നിന്നും പുനരധിവാസത്തിലൂടെ വനവാസികളെ മാറ്റിപ്പാർപ്പിച്ചെങ്കിലും വനം വകുപ്പിന്റെ പ്രത്യേക അനുവാദത്തോടുകൂടി ആണ്ടുതോറും ഉത്സവം നടത്തുകയാണ്. വേട്ടക്കുറുമൻ ക്ഷേത്രങ്ങളിൽ പതിവ് രീതിയായ നിരവധി തേങ്ങൾ ഉടച്ചാണ് ഉത്സവത്തിന്റെ സമാപന ചടങ്ങ്. വർഷത്തിലൊരിക്കൽ തങ്ങളുടെ വേരുകൾ തേടിയെത്തുന്ന ആദിവാസികൾ ബെണ്ണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വന്യതയിൽ മലദൈവ സാന്നിധ്യം വേണ്ടുവോളം അനുഭവിക്കും. ഈ ഉള്ളുവനത്തിൽ, ഈ കാടിൻ്റെ ഉള്ളിൽ ആര് വന്നാലും, ഒരു ഉത്സവത്തിന് ആര് വന്നാലും ഒരു സ്വന്തമില്ലാതെ കണ്ട് ആനയായാലും കടുവായാലും എത്ര മൃഗങ്ങളുണ്ടെങ്കിലും ജനങ്ങൾക്കൊരു സ്വന്തമില്ല. രാത്രി ഫുള്ള് ഇവിടെ ഇരുന്നിട്ടാണ് പിറ്റേ ദിവസം രാവിലെ ഉത്സവം കഴിഞ്ഞ് വൈകുന്നേരമാണ് ഉത്സവം കഴിഞ്ഞിട്ട് പോകുന്നത്. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ.
വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ www.youtube.com/user/വയനാട് വിഷൻ/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ www.facebook.com/wvവയനാട്-news. പ്രധാന വാർത്തകൾ വീണ്ടും. തോൽപ്പെട്ടിയിൽ 50 ലക്ഷത്തിന്റെ കുഴൽപ്പണം പിടിച്ചു. ഒരാൾ അറസ്റ്റിൽ. 2000-ന്റെ നോട്ടുകെട്ടുകൾ പിടിച്ചത് വാഹന പരിശോധനയ്ക്കിടെ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിരോധ സദസ്സുകൾ സംഘടിപ്പിക്കും. മാനന്തവാടി താലൂക്കിൽ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിന് നടപടി വേഗത്തിലാക്കും റവന്യൂ മന്ത്രി. സഹകരണ മേഖലയിൽ വയനാട്ടിൽ ആശുപത്രി തുടങ്ങും. അനുമതിയായെന്ന് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ. വയനാട്ടിലെ വരൾച്ച. ബീച്ചനഹള്ളി ഡാമിലും ജലനിരപ്പ് താഴ്ന്നു. മൈസൂരു, ബംഗളൂരു പട്ടണങ്ങളിൽ കുടിവെള്ള വിതരണത്തെ ബാധിക്കും. ജില്ലയെ പരിസ്ഥിതി തകർച്ചയിലേക്കും ഗുരുതര വരൾച്ചയിലേക്കും തള്ളിയിട്ടത് തേക്കിൻ കൂപ്പുകൾ. 6000 ഹെക്ടർ സ്ഥലത്ത് തേക്കുകൾ ജലമൂറ്റുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.